അന്താരാഷ്ട്ര സ്കേറ്റിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറുകയാണ് യുഎയിലെ മലയാളി വിദ്യാർത്ഥി അൻവിത. ഈ വർഷം നടന്ന ഓൾ ഇന്ത്യ റാങ്കിംഗ് കോമ്പറ്റീഷനിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ഈ 10 വയസ്സുകാരി. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടുകയാണ് അൻവിതയുടെ സ്വപ്നം. യുഎയിലെ മലയാളി വിദ്യാർത്ഥി അൻവിതയുടെ വിശേഷങ്ങൾക്കാണ്. ദുബൈയിൽ സ്കേറ്റിംഗ് ബോർഡിൽ പറന്നു നടക്കുന്ന ഒരു മലയാളി പെൺകുട്ടി ആണ് എന്റെ തൊട്ടടുത്തുള്ളത്. ഒരു 10 വയസ്സുകാരി അൻവിത. അൻവിതയുടെ ടാലന്റ് ആക്ച്വലി നിങ്ങൾ കണ്ടാൽ ഞെട്ടും. കാരണം വെറും 2 വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അൻവിത നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ആ ഒരു വിഷ്വൽസിലെ ആ ഒരു കാര്യങ്ങളൊക്കെ അൻവിത ചെയ്തത്. അപ്പോ അൻവിത പൊള്ളിയാണ്, ഗംഭീരാണ് കാര്യങ്ങള്. അപ്പോ വെറും 2 വർഷമായിട്ടുള്ള അൻവിത 10 വയസ്സേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ? ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ഇതിൽ ഇൻസ്പയർഡ് ആയത് തന്നെ വേറെ ആൾക്കാർ സ്കേറ്റ് ചെയ്ത് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരുപാട് ട്രിക്സ് ഒക്കെ ചെയ്തിട്ട് അതിൽ ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് പറഞ്ഞത് ലൈക്ക് എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡെവലപ്ഡ് ആയി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കോച്ചിങ് എടുത്ത് കുറച്ച് മാസങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആയപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് 2-3 months ചെയ്തിട്ട് പോവാമെന്ന്. പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നമ്മളിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ സ്കേറ്റ് ബോർഡിങ്ങിൽ. പിന്നെ എനിക്ക് ഒരുപാടൊക്കെ ട്രിക്സ് തരുന്നുണ്ട്. അൻവിത ദുബൈയിലാണെങ്കിലും കേരളത്തിലൊക്കെ പോയി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട്. നാഷണൽ ലെവലിൽ സിൽവർ മെഡലിസ്റ്റ് ആണ്. അപ്പൊ നാഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഒരു റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹാർഡായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സൈക്കിള്, സ്കൂട്ടർ, സ്കേറ്റ് ബോർഡ്, റോളർ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സ്ട്രീറ്റിൽ എനിക്ക് സിൽവർ മെഡല്, പാർക്കിലും എനിക്ക് സിൽവർ മെഡൽ ആണല്ലേ. കുറെ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ഒരു റിസ്ക്കും കുറച്ച് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചറിയുമ്പോൾ പലരും ഇത് പോകും. 2 തവണ കൈയും കെല്ലൊക്കെ പൊട്ടിയെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു അതെന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ദിവസമൊക്കെ വരും, പിന്നെ പ്രാക്ടീസ് ചെയ്യും. യുഎയിൽ എവിടെയാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? യുഎയിൽ അഞ്ചാതെ വൈഫാണ് എന്നോട് പറഞ്ഞത് ഇവിടെ സ്കേറ്റ് ബോർഡ് ചെയ്യാൻ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാന്നുള്ളത് മൈൻഡിൽ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇത് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയാണ്. 2023 ഒളിമ്പിക്കിന്റെ കോമ്പറ്റീഷൻ നടന്നാണ്. വേൾഡ് സ്കേറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ നാട്ടിലൊരു ബിൽഡിംഗ് ഒക്കെ പണിതു. പതുക്കെ ഒരു 40-41 ഞാൻ അവിടെ നാട്ടിൽ സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡാണ്. പക്ഷെ ഇപ്പോ 101% പറയുകയാണെങ്കിൽ ഞാൻ ഇവളുടെ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഷാർജയിലെ അൽജാദിയിൽ നിന്നും ഷിനോ ഷംസുദ്ദീനൊപ്പം അക്ഷയ് പേരാവും മീഡിയ.